ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതകത്തിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നപ്പോൾ മുതൽ കേൾക്കുന്ന ഒരു പേരാണ് പത്മലത. ക്ഷേത്രനഗരിക്ക് സമീപമുള്ള ആ വീട്ടിൽ ഇന്നും പത്മലതയുടെ വിയോഗത്തിന്റെ നോവൊഴിഞ്ഞിട്ടില്ല. മലയാളി ബന്ധമുള്ള കുടുംബമായിരുന്നു പത്മലതയുടേത്. ഭീഷണിക്ക് വഴങ്ങാത്ത അച്ഛന്റെ രാഷ്ട്രീയത്തെ അടിച്ചമർത്തുന്നതിനായി എതിരാളികൾ കൊലപ്പെടുത്തിയ പെൺകുട്ടിയാണ് പത്മലത. 1986 ആ ക്രൂരത അരങ്ങേറിയത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനായിരുന്നു പത്മലതയുടെ പിതാവ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനായി പത്മലതയുടെ പിതാവ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവ് ധർമ്മസ്ഥലയിൽ മത്സരിക്കുകയെന്നതിൽ അന്ന് വലിയ എതിർപ്പുണ്ടായി. നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചില്ലെങ്കിൽ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുമെന്നായിരുന്നു ഭീഷണി ഉയർന്നത്. പറഞ്ഞതുപോലെ തന്നെ ആ കുടുംബം പ്രത്യാഘാതം നേരിട്ടു. പഠനം കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്ന പത്മലതയെ ഒരു സംഘം തട്ടിക്കൊണ്ടുപോയി. മകളെ കാണാതായതിനു പിന്നാലെ പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തിയ പത്മലതയുടെ പിതാവിനോട് മുഖം തിരിച്ച സമീപനമാണ് പോലീസ് ഉദ്യോഗസ്ഥർ സ്വീകരിച്ചത്. പാർട്ടി ഇടപെട്ട് പിന്നീട് കേസെടുപ്പിച്ചു. ഇതിനിടെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കണമെന്നും അതിന് വഴങ്ങിയാൽ മകളെ വിട്ടു നൽകാമെന്നും ചിലർ പത്മലതയുടെ പിതാവിനോട് പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുകയും ചെയ്തു. എന്നാൽ പത്മലതയെ വിട്ടു നൽകാൻ അവർ തയ്യാറായില്ല. 56 ദിവസങ്ങൾക്ക് ശേഷം പത്മലതയുടെ ശരീരഭാഗം നേത്രാവതി നദിയിലൂടെ ഒഴുകിയെത്തി. അസ്ഥികൂടം മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് പത്മലതയുടെ സഹോദരി പറയുന്നത്. കൈയും കാലും കെട്ടിയിട്ട നിലയിലായിരുന്നു. വസ്ത്രങ്ങളും കയ്യിലുണ്ടായിരുന്ന ഒരു വാച്ചും കണ്ടാണ് അത് പത്മലതയാണെന്ന് തിരിച്ചറിഞ്ഞതെന്നും സഹോദരി പറഞ്ഞു. പത്മലതയുടെ മരണത്തിൽ പിന്നീട് കാര്യമായ അന്വേഷണം ഉണ്ടായില്ല. ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ പത്മലതയുടെ കുടുംബം.